നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. സ്വന്തം വില സ്വയം നിശ്ചയിക്കേണ്ട ഒന്നാണോ? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ആ ബാലൻ ഒരു രത്നവുമായി രാജാവിനടുത്തെത്തി. രാജാവ് അതിൻ്റെ വില ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അങ്ങ് പരിശോധിച്ച ശേഷം അർഹിക്കുന്ന വില നൽകിയാൽ മതി. പലരോടും ആ രത്നത്തിൻ്റെ വിലയെപ്പറ്റി അന്വേഷിച്ചെങ്കിലും അവരാരും ഇങ്ങനെയൊരു രത്നം കണ്ടിട്ടേയില്ലായിരുന്നു. ഈ രത്നത്തെക്കുറിച്ചറിഞ്ഞ് അയൽനാട്ടിലെ ഗുരുവിൻ്റെ ഒരു ശിഷ്യനും അവിടെ എത്തി. രത്നം പരിശോധിച്ചു. 1,00,000 സ്വർണ്ണ നാണയമാണ് അതിൻ്റെ വിലയെന്നും പറഞ്ഞു. രാജാവ് ബാലന് 1,00,000 സ്വർണ്ണ നാണയം നൽകി. എന്നാൽ അതിന് വില കണ്ടെത്തിയ ആ ശിഷ്യന് എന്ത് നൽകണമെന്നായി രാജാവിൻ്റെ ചിന്ത. അയാളുടെ ഗുരുവിനോട് തന്നെ ചോദിക്കാം എന്ന് കരുതി രാജാവ് ഗുരുവിനെ കണ്ടു ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, അവനെ 5 മണിക്കൂർ വെയിലത്ത് നിർത്തി 50 ചാട്ടവാറടി നൽകണം. എന്തിനാണ് ഇങ്ങനൊരു ശിക്ഷയെന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, അവൻ രത്നത്തിൻ്റെ വില കണ്ടെത്തി, പക്ഷേ സ്വന്തം വില എന്താണെന്ന് അവൻ ഇതുവരെ അറിയില്ല. സ്വയം നിശ്ചയിക്കേണ്ട ഒന്നാണ് സ്വന്തം വില. അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് വിലയിടും. മാത്രമല്ല, തങ്ങൾ അർഹിക്കുന്ന നിലയിൽ ഒരിക്കലും അവർ എത്തിച്ചേരുകയുമില്ല. ഒരാൾ അയാളായി തീരുന്നത് അയാൾ പുലർത്തുന്ന കാഴ്ചപ്പാടുകളിലൂടെയും നടത്തുന്ന ശ്രമങ്ങളിലൂടെയുമാണ്. ആ പാകപ്പെടലിനും പരിവർത്തനത്തിനും അവരർഹിക്കുന്ന വില ലഭിക്കണം. അപരനിടുന്ന വിലയിൽ തൃപ്തിപ്പെടുന്നവർക്ക് ആത്മാഭിമാനം പോലും നഷ്ടപ്പെടും. ഓരോ മരവും തണലിൻ്റെ വില തിരിച്ചറിയണം. ഓരോ നദിയും നീരൊഴുക്കിൻ്റെ പ്രയോജനമറിയണം. എങ്കിലേ മരം താൻ കൊള്ളുന്ന വെയിലിൻ്റെ വിലയറിയൂ. നനയുന്ന പ്രതലത്തിന് ആദരവുണ്ടാകൂ. അതെ, സ്വന്തം വില സ്വയം നിശ്ചയിക്കാനാകണം. സ്വയം തിരിച്ചറിയാനാകണം. ശുഭദിനം.